ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹിന്ദി ഗ്രാമറിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചു തുടങ്ങിയത്? കാൽ അല്ലേ, ടെൻസസ്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു ഓരോ കാലത്തിൻ്റെയും പേരിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് അവരെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതാണ് കാൽ 1 ഫസ്റ്റ് നമ്മളവിടെ പഠിച്ചത് അല്ലേ. ആദ്യം നമ്മൾ ഏത് സെൻറ്റൻസ് ആണ് എടുത്തതെന്ന് ഓർത്ത് നോക്കാം. ഇതായിരുന്നു നമ്മുടെ സെൻറ്റൻസ്, ഫസ്റ്റ് സെൻറ്റൻസ്. രാം ആത്താ ഹേ. നമ്മളവിടെ തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞായിരുന്നു. രാം വരുന്നു, പ്രസൻറ്റ് ടെൻസ് ആണെന്നൊക്കെ അവിടെ പറഞ്ഞു പോയതാണ്. ഇനി ഇതേ അർത്ഥത്തിലുള്ള മറ്റ് പല സെൻറ്റൻസിനെയും മലയാളത്തിലെ ഉള്ളതിനെ നമ്മൾ എങ്ങനെ ഹിന്ദിയിലോട്ടാക്കുന്നു നോക്കാം. ഓക്കെ, ഇപ്പോൾ രാം വരുന്നു, രാം ആത്താ ഹേ എന്നിട്ടിതി. അടുത്തത് നോക്കാം, ആൺകുട്ടി പഠിക്കുന്നു. ആൺകുട്ടി എന്നുള്ളതിന് ലഡ്ക എന്നാണ് ഉപയോഗിക്കുക അല്ലേ, ലഡ്ക. പഠിക്കുന്നു പഠ്താ ഹേ. കണ്ടോ, ലഡ്ക പഠ്താ ഹേ, ആൺകുട്ടി പഠിക്കുന്നു എന്നുള്ള സെൻറ്റൻസ് നമ്മൾ എഴുതി. കണ്ടോ, രാം വരുന്നു എന്ന് പറയുന്ന പോലെയല്ലേ ആൺകുട്ടി പഠിക്കുന്നു. കണ്ടോ, അതിൻ്റെ അർത്ഥം ഒരുപോലെയല്ലേ വരുന്നത്. അർത്ഥം ഇൻ ദ സെൻസ് ആ ടെൻസിൻ്റെ ആ ഉപയോഗം കണ്ടു, ഒരു വരുന്നു പഠിക്കുന്നു. അടുത്തത് നോക്കിയേ, നൃത്തം ചെയ്യുന്നു. ആരാണ് നൃത്തം ചെയ്യുന്നത്? സീത നൃത്തം ചെയ്യുന്നു. സീത നാച്തി ഹേ. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിച്ചേ? ഇവിടെ നമ്മൾ ആത്താ ഹേ എന്ന് വെച്ചു, ഇവിടെ പഠ്താ ഹേ എന്ന് വെച്ചു, ഇവിടെ നാച്തി ഹേ എന്ന് വെച്ചു. കണ്ടോ, നാച്തി ഇങ്ങനെ ഉപയോഗിക്കുന്ന എപ്പോഴാ? ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, സീത, സ്ത്രീലിംഗമാണ്. അത് നമ്മുടെ വെർബിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കണ്ടോ. ഇവിടെ ഒരു പുല്ലിംഗമാണ് എന്നുള്ള കാര്യമാണ് ഈ ആത്ത പഠ്ത എന്നൊക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ കിടക്കുന്നയാൾ ആരാണ്? പുല്ലിംഗ ശബ്ദമാണ്. ഇത് നോക്കിക്കോ, നാച്തി എന്ന് വന്നത് എന്തുകൊണ്ടാണ്? സീത, ഇതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പം സീത നാച്തി ഹേ. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായി. ഇനി അടുത്ത് നോക്കിക്കോ, ഞാൻ, ഒരു സ്ത്രീ പറയാണ്, ഞാൻ എഴുതുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, വരുന്നു, പഠിക്കുന്നു, ചെയ്യുന്നു, എഴുതുന്നു. കണ്ടോ, എല്ലാത്തിൻ്റെയും ടെൻസ് ആലോചിച്ച് നോക്കുമ്പം ഒരേപോലെയാണ് പോകുന്നത്. ഇനി ഞാൻ എഴുതുന്നു, ഞാൻ എന്നുള്ളതിന് ഏതാണ് വേർഡ്? മേം. എഴുതുന്നു, ഒരു സ്ത്രീയാണ് പറയുന്നത്. നമ്മളിങ്ങനെ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, തീ എന്നുള്ള ശബ്ദം വന്നു. അതുപോലെ ലിക്തി. എന്നിട്ട് ഇവിടെ ആരാ വെച്ചിരിക്കുന്നത് നോക്കിയേ? ഹൂം. ഇവിടെയൊക്കെ ഹേ എന്നല്ല ഉപയോഗിച്ചത്, ഇവിടെ വന്നപ്പോൾ ഹൂം എന്നായി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? മേം. കണ്ടോ, ഇവിടെ കിടക്കുന്ന ആളെ ശ്രദ്ധിക്കണം. മേം, മേമിൻ്റെ കൂടെ എപ്പോഴും ഹൂമേ വരുള്ളൂ. നമ്മളിതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പഠിച്ചതാണതല്ലേ. മേം, ലിക്തി, ഹൂം. ലിക്തി എന്ന് വെച്ചതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ ഈ പറയുന്ന ആൾ ഒരു സ്ത്രീയാണ്. ഇനി നോക്കിക്കോ, ഞാൻ, ഒരു പുരുഷൻ പറയാണ്, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു. മേം ജാത്താ ഹൂം. കണ്ടോ, മേം വരുന്നിടത്തെല്ലാം ഹൂമിൽ അവസാനിക്കുന്നുണ്ട്. മേം ജാത്താ ഹൂം. ഇവിടെ എന്താ ജാത്ത എന്ന് വെച്ചേ? ജാത്തി എന്ന് വെച്ചില്ലല്ലോ. കാരണം ഇവിടെ ഈ പറയുന്നയാൾ പുല്ലിംഗ ശബ്ദമാണ്, ഒരാണാണ് പറയുന്നത്. ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മേം ജാത്താ ഹൂം എന്ന് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയോ, നിങ്ങൾ. നിങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ തും എന്നാണ് വേർഡ് അല്ലേ. നിങ്ങൾ, ഒരു പുരുഷനോടാണ് പറയുന്നതെന്ന് വിചാരിച്ചു. നിങ്ങൾ കളിക്കുന്നു. നോക്കിയേ, തും ഖേൽത്തേ ഹോ. തും ഖേൽത്തേ ഹോ. അപ്പോൾ ഈ ഹോ എവിടുന്നാണ് വന്നത്? നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, തും വരുന്നിടത്തൊക്കെ ഹോ എന്നുള്ള ഒരു സ്വരമുണ്ട്. അപ്പോൾ തും വന്നതുകൊണ്ട് ഇവിടെ ഹോ വെച്ചു. ഇനി ഇവിടെ എന്തിനാണ് ഖേൽത്തേ എന്ന് വെച്ചത്? ഖേൽത്തേ ഇവിടെ പുല്ലിംഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ നിങ്ങൾ. കണ്ടോ, അപ്പോൾ ഇവിടെ ഖേൽത്തേ എന്ന് വന്നു. തും ഖേൽത്തേ ഹോ. ഇനി ഇത് തന്നെ, നിങ്ങൾ, ഒരു സ്ത്രീകളോടാണ് പറയുന്നത് വെച്ചോ. നിങ്ങൾ വരുന്നു. തും ആത്തി ഹോ. കണ്ടോ, സ്ത്രീലിംഗമാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് ഈ വെർബിൻ്റെ അവസാനം നോക്കിയാൽ മനസ്സിലാവും. ആത്തി. കണ്ടോ, ആത്തി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ ആൾ ആരാണ്? സ്ത്രീലിംഗമാണ്. അപ്പോൾ തും ആത്തി ഹോ. തുമ്മിൻ്റെ കൂടെ ഹോ മാത്രമേ വയ്ക്കുകയുള്ളൂ. ഇനി നോക്കിക്കോ, ഞങ്ങൾ
സ്ത്രീകളാണ് പറയുന്നത്. ഞങ്ങൾ പഠിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്നു. ഞങ്ങൾ എന്നുള്ളതിന് ഹിന്ദിയിൽ ഹം എന്നാണ് ഉപയോഗിക്കുക അല്ലേ. ഹം പഠി ഹേ. ഇവിടെ കണ്ടോ, ഹേ എഴുതിയിട്ട് ഇവിടെ ഒരു പുള്ളി ഇട്ടിരിക്കുന്നുണ്ടോ? അത് ശ്രദ്ധിക്കണം. ഹം പ്ലൂറലാണ്. അപ്പോൾ ഹം പഠി ഹേം എന്ന് വെച്ചു. ഓക്കെ. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീലിംഗം ഉപയോഗിക്കുമ്പം ഇവിടെ പഠി എന്ന് തന്നെ വെക്കണം. ഇനി അവസാനത്തെ സെൻറ്റൻസ് നോക്കാം. ഞങ്ങൾ, പുരുഷന്മാരാണ് പറയുന്നത്, ഞങ്ങൾ എഴുതുന്നു. അപ്പോൾ ഹം, ഞങ്ങൾ എന്നുള്ളതിന് ഹം എഴുതി, പിന്നെ എഴുതുന്നു ലിഖ്തേ ഹേം. കണ്ടോ, ഇവിടെയും ഈ ഒരു പുള്ളിയുണ്ട്. പുള്ളി അല്ലെങ്കിൽ കുത്ത് എന്നൊക്കെ പറയുന്നത് കണ്ടോ, ഡോട്ട് ഇട്ടിരിക്കുന്നത് ഹേം. അപ്പോൾ ഹം ലിഖ്തേ ഹേം. കണ്ടോ, തേ എന്ന് അവസാനിച്ചു. പുല്ലിംഗ ബഹുവചനത്തിൽ ആണ് ഇങ്ങനെ തേ എന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മലയാളം സെൻറ്റൻസുകളെ ഹിന്ദിയിലായിട്ട് മനസ്സിലാക്കി. ഇനി ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മേം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ, അവിടെ വരുന്ന ആളാരാണ്? ഹൂം. അത് തെറ്റിക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തുമ്ൻ്റെ കൂടെ ആര് വരും? ഹോ വരും. ഇനി ഏകവചനം ആണെങ്കിൽ, നമ്മുടെ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ അവിടെ ഹേ എന്നാണ് അവസാനിക്കുന്നത്. ബഹുവചനമാണെങ്കിലോ ഹേം. കണ്ടോ, ഡോട്ടുണ്ട്. ഏകവചനമാണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഹേ. ഞാൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറും കുറച്ചൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഹിന്ദി എല്ലാ ടേംസും പല പല ഭാഷയെ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഒന്നും മനസ്സിലാവാതെ വരും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ നോക്കുന്നത് ഏകവചനമാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഹേലും, ബഹുവചനമാണെങ്കിൽ ഹേംലും ആയിരിക്കും. ഇനി സ്ത്രീലിംഗ വെർബിലുണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ ക്രിയ വെർബിലുണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണ്? സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ പുല്ലിംഗം ശബ്ദമാണെങ്കിലും വേറെ വേറെ പോലെ വയ്ക്കുന്നത്. സ്ത്രീലിംഗമാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് ശ്രദ്ധിക്കേണ്ട. തീ എന്നങ്ങ് ചേർത്താൽ മതി. പഠി, ലിഖ്തി, ആത്തി, ജാതി. കണ്ടോ, എല്ലാത്തിൻ്റെ അവസാനം ഒരു തീ എന്നുണ്ടാവും. പക്ഷേ പുല്ലിംഗമാണെങ്കിൽ അങ്ങനെയല്ല. ഏകവചനവും ബഹുവചനവും പല രീതിയിലാണ്. ഏകവചനം എന്ന് പറയുമ്പം ജാത്ത, ഘാത്ത, ആത്ത, ലിഖ്ത, എല്ലാത്തിലും അവസാനം ത എന്നായിരിക്കും. പുല്ലിംഗ ബഹുവചനമാണെങ്കിലോ തേ എന്നാണ് ചേർക്കുന്നത് അല്ലേ. ആത്തേ, ജാത്തേ, ഘേൽത്തേ അല്ലേ, ലിഖ്തേ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ട് പറഞ്ഞ ഇത്രയും റൂൾസേ ഉള്ളൂ ഈ ആദ്യത്തെ ഫോം ഓഫ് വേർബ്സിൽ. അത് നമ്മൾ ഉപയോഗിച്ച് തന്നെ പഠിച്ചാൽ മതി. അല്ലാതെ റൂൾസായിട്ട് തന്നെ പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് പ്രാക്ടിക്കലാവില്ല. നോക്കിക്കോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ സെൻറ്റൻസുകൾ എഴുതിയപ്പം ഈ 4 ആൾക്കാരെ ഒന്നും ഒഴിവാക്കി. പക്ഷേ ഇത് എളുപ്പമാണ്. നോക്കിക്കേ. വഹ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. വഹും യഹും. യഹ് എന്ന് പറഞ്ഞാൽ ദിസ്, വഹ് എന്ന് പറഞ്ഞാൽ ദാറ്റ് അല്ലേ. ഏകവചനമാണെന്നറിയാലോ. ഇത് രണ്ടും ഏകവചന ശബ്ദങ്ങളാണ്. ഇതോ വേയും യേയും. ഇത് രണ്ടും പ്ലൂറലാണ് അല്ലേ. ഇത് നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചായിരുന്നു, ഓർമ്മയില്ലേ? ഇത് പ്ലൂറൽ, ഇത് സിംഗുലർ. അപ്പോൾ അതിനനുസരിച്ച് ഈ റൂൾസ് അങ്ങോട്ട് എടുത്താൽ മതി. എന്തായാലും യഹും വഹും വേയും യേയും വരുമ്പോൾ ഈ 2 ആൾക്കാർ എന്തായാലും വരില്ല അല്ലേ. ഇനി കാരണം എന്താ, ഇത് മേവിൻ്റെ കൂടെയും തുമ്മിൻ്റെ കൂടെയും മാത്രം വരുന്നവരല്ലേ ഇവർ. അപ്പോൾ അത് വിട്ടേക്ക്. ഇനി യഹും വഹും വരുമ്പോൾ സിംഗുലറാണ്. അപ്പോൾ ഇതിലാരെ ഉപയോഗിക്കും? ഇദ്ദേഹത്തെ ഉപയോഗിക്കും. സിംഗുലറിൻ്റെ കൂടെ ഇദ്ദേഹമല്ലേ വരാറ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അതുപോലെ ഇതിലാരെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? സിംഗുലറാണ് ആലോചിക്കണം. യഹും വഹും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സിംഗുലറാണ് സബ്ജക്റ്റ്. അപ്പോൾ തേ എന്തായാലും വരില്ല. ഇനി അത് സ്ത്രീലിംഗമാണെങ്കിൽ തീ എന്ന വെർബിൻ്റെ കൂടെ ചേർക്കുക, പുല്ലിംഗമാണെങ്കിൽ താ എന്ന് ചേർക്കുക. ഇനി നമ്മുടെ സബ്ജക്റ്റ് എ അല്ലെങ്കിൽ വേ, ഈ 2 ഫോംസിലാണ് കിടക്കുന്നതെങ്കിലോ പ്ലൂറലാണ്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കുന്നത് ഹേമിലായിരിക്കണം അല്ലേ. പുള്ളി അല്ലെങ്കിൽ ഈ കുത്ത് ഡോട്ടുള്ള ഹേമിൽ അവസാനിപ്പിക്കണം. പിന്നെ ഇതിലാരെ ഉപയോഗിക്കണം? സ്ത്രീലിംഗമാണ്. നമ്മൾ ഇപ്പോൾ പ്ലൂറലാണെങ്കിൽ പോലും സ്ത്രീലിംഗ ശബ്ദത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നെങ്കിൽ അവിടെ നമുക്ക് തീ എന്ന് വെച്ചാൽ മതി. അത് എളുപ്പമുണ്ട്. പക്ഷേ പുല്ലിംഗമാണെങ്കിൽ പ്ലൂറലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തേ എന്ന് അവസാനിപ്പിക്കണം. ഖേൽത്തേ എന്ന് വേണം എന്ത് വരാൻ? വെർബ് വരാൻ. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ റൂൾസ്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകളിലെ കറക്ഷൻസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൂടി ക്ലിയർ ആവും.
ഇവിടെ 5 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. 5ഉം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്, റോങ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ മേം ജാത്ത ഹേ. എന്താ അവിടെ തെറ്റ്? മേമിൻ്റെ കൂടെ ആരേ വരുള്ളൂ? ഹൂമേ വരുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ ഈ മേം എന്ന് പറയുന്ന ആൾ പുല്ലിംഗമാണേ, അതുകൊണ്ടാണല്ലോ ഇവിടെ ജാത്ത എന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചോ. പക്ഷേ ഇത് തെറ്റിപ്പോയി. ഇതിന് പകരം എന്ത് വയ്ക്കണം? ഹൂം മാത്രമേ പറ്റുള്ളൂ മേമിൻ്റെ കൂടെ. അതാണ് അവിടുത്തെ കറക്ഷൻ. ഇനി ലഡ്കി ആത്തി ഹോ, അത് പറ്റുമോ? പറ്റില്ല. കാരണം ലഡ്കി അവിടെ തുമ്മാണെങ്കിൽ മാത്രമേ ഹോ വരാൻ പാടുള്ളൂ. ഈ ഹോ വരാൻ പാടുണ്ടോ? ഇല്ല. പകരം ആരാ വരേണ്ടത്? ഹേ. പുള്ളി വേണോ? ഡോട്ട് വേണോ? വേണ്ട. കാരണം ലഡ്കി എന്ന് പറയുന്നത് ഏകവചനമാണ്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി രാം കാം കർത്ത ഹൂം. ഈ ഹൂമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ പറ്റില്ലല്ലോ. രാമാണ് ഇവിടെ കിടക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ ഹൂം വയ്ക്കാൻ പാടില്ല. ഇതാണ് തെറ്റിപ്പോയത്. ഇവിടെ എന്താ വയ്ക്കാൻ പാടുള്ളൂ? ഹേ അല്ലേ? ഡോട്ടില്ലാത്ത ആൾ. ഓക്കെ. രാം കാം കർത്ത ഹേ. അടുത്തത് നോക്കിക്കോ. ഹം ഖേൽത്ത ഹേ. ഇതിനകത്ത് 2 കറക്ഷൻസ് ഉണ്ട്. നോക്കിക്കോ. ഹം, ഹം ഞങ്ങൾ. അപ്പോൾ അതെന്താണ്? പ്ലൂറലാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഖേൽത്ത എന്ന് വയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തായാലും അത് എന്താണ്? പുല്ലിംഗ ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? അത് ഖേൽത്തേ എന്നാക്കണം. ഹം ഖേൽത്തേ. ഇനി പ്ലൂറലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മതിയോ? പോരാ, ഒരു ഡോട്ടിൻ്റെ കുറവുണ്ട്. ഉണ്ടോ? ഹം, ഹം ഇത് തന്നെ അങ്ങോട്ട് വയ്ക്കണം. ഹം ഖേൽത്തേ ഹേം. അങ്ങനെയാണത് കറക്റ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് നോക്കാം. തും പഠ്തേ ഹേം. അത് ശരി. തുമ്മിൻ്റെ കൂടെ ആരേ വരാൻ പാടുള്ളൂ? ഹോ മാത്രമേ വരാൻ പാടുള്ളൂ. കണ്ടോ? തും പഠ്തേ ഹോ. അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇങ്ങനെയാണ് കറക്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ടെൻസിൻ്റെ ഫസ്റ്റ് ഫോമാണ് മനസ്സിലാക്കിയത്. ബാക്കിയുള്ള ഫോംസും ഇതേ രീതിയിൽ നമുക്ക് പഠിക്കാം. ഓരോ സെൻറ്റൻസിനെ മാറ്റി ഹിന്ദിയിലോട്ടാക്കാം. അതിൽ നിന്ന് നമുക്ക് റൂൾസ് പഠിച്ച് കറക്ഷൻസ് ചെയ്യുമ്പോൾ ആ ഒരു ടെൻസ് ഏകദേശം മനസ്സിലാവും. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് താങ്ക് യു.